അണ്ടർ-19 ഏഷ്യ കപ്പിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്രയ്ക്ക് നല്ല വാർത്തകളല്ല ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച്. കാര്യം 281 റൺസ് പാകിസ്ഥാൻ ഉയർത്തിയപ്പോൾ ഇന്ത്യക്ക് 238 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതുമാത്രമല്ല, രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സംബന്ധിച്ചും വളരെ ദുഃഖം നിറഞ്ഞ വാർത്തകളാണ് വരുന്നത്. കാര്യം വൈഭവ് സൂര്യവംശി എന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള രാജസ്ഥാന്റെ താരം ഈ കഴിഞ്ഞ താരലേലത്തിൽ 1,10,00,000 രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തിനെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. അന്ന് ഈ ലേല സമയത്ത് അത് കൃത്യമായി രാജ്യം മൊത്തം ശ്രദ്ധിച്ച ഒരു വാർത്തയുമായിരുന്നു. എന്നാൽ ഇന്ന് വരുന്ന വാർത്തകൾ സംബന്ധിച്ച് രാജസ്ഥാൻ റോയൽസിനും അവരുടെ ആരാധകർക്കും അത്രയ്ക്ക് നല്ല വാർത്തകളല്ല. കാര്യം പാകിസ്ഥാനെതിരെ 1 റൺസ് മാത്രമാണ് ഇന്ന് അദ്ദേഹം നേടിയത്. 9 പന്തുകളിൽ 1 റൺസുമായി ഇന്ന് വൈഭവ് കൂടാരം കയറേണ്ടിയിരിക്കുന്നു. പാക് ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ ഇന്ന് സാധിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ആരാധകർക്കും വലിയ ദുഃഖമാണ്. കാര്യം 1,10,00,000 രൂപയ്ക്കാണ് ക്യാമ്പിൽ എത്തിച്ചത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അണ്ടർ-19 ടെസ്റ്റ്, ഓസ്ട്രേലിയക്കെതിരെയുള്ള അണ്ടർ-19 ടെസ്റ്റിൽ 62 പന്തിൽ 100 റൺസ് നേടി അദ്ദേഹം അന്ന് ശ്രദ്ധ നേടിയിരുന്നു. ആ ഒരു മികച്ച പ്രകടനമാണ് വൈഭവ് സൂര്യവംശിയെ താരലേലത്തിൽ മികച്ച ഒരു വിളിയിലേക്ക് രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് ടീമുകൾ എത്തിയതും രാജസ്ഥാൻ അവസാനം ക്യാമ്പിൽ എത്തിച്ചത്. അത് അന്ന് വളരെ ശ്രദ്ധ നേടിയിരുന്നു. വലിയ വാർത്ത പ്രാധാന്യം. കാര്യം 13 വയസ്സ് മാത്രമാണ് പ്രായം. 13 വയസ്സിൽ നിരവധി റെക്കോർഡുകൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു താരമാണ്. പക്ഷേ ഇന്നത്തെ പാകിസ്ഥാനെതിരെയുള്ള പ്രകടനം ദയനീയമായിരുന്നു. 1 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഇന്ത്യൻ നിരയിൽ നിഖിൽ കുമാറിന് മാത്രമാണ് പാകിസ്ഥാനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 67 റൺസ് നേടി ഇന്ത്യൻ നിരയിൽ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തിട്ടുണ്ട്.